തീപിടുത്തം പോലുള്ള വൻ ദുരന്തങ്ങളെ നേരിടാൻ അത്യാധുനിക സംവിധാനം അവതരിപ്പിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. കേരളത്തിലെ ആദ്യ ഹൈറേഞ്ച് എക്സ്റ്റൻഡബിൾ ടററ്റ് ക്രാഷ് ഫയർ ടെൻഡർ ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിലെ പുതിയ അധ്യായം ആവുന്നത്. ഈ സംവിധാനം സ്വന്തമാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം. ഹൈറീച്ച് എക്സ്റ്റൻഡബിൾ ടററ്റ് ഘടിപ്പിച്ച റോസൻബോവർ പാന്തർ ക്രാഷ് ഫയർ ടെൻഡർ HRET എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഫയർ ഫൈറ്ററിന് പ്രത്യേകതകളേറെയാണ്. ഈ വണ്ടി മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പമ്പ് പ്രവർത്തിപ്പിക്കാം, നമുക്ക് തീ അണയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തീയുടെ മുകളിൽ കൂടെ ഈ വണ്ടി നമുക്ക് ഓടിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വണ്ടിക്ക് വേണ്ടുന്ന മറ്റ് പ്രൊട്ടക്ഷനുകളും ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. വണ്ടി ഇതിൻ്റെ മോണിറ്റർ ഉപയോഗിച്ച് നമ്മൾ വെള്ളം അല്ലെങ്കിൽ ഫോം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് 90 മീറ്റർ ദൂരത്ത് വരെ നമുക്കതിൻ്റെ ത്രോ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് 1 മിനിറ്റിൽ 6000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ വണ്ടിക്കുണ്ട്. 16.5 മീറ്റർ വരെ ഉയരത്തിലേക്ക് HRET ഉയർത്താൻ കഴിയും. ഏകദേശം 5 നില കെട്ടിടത്തിന്റെ ഉയരത്തിന് തുല്യമാണ് ഇത്. ജെറ്റ് സ്പ്രേ മോഡുകളിൽ 85 മീറ്റർ വരെ വെള്ളം ചീറ്റിക്കാനും ഇതിന് കഴിയും. വിമാനത്തിന്റെ പുറംഭാഗം തുളച്ച് യാത്രക്കാരുടെ ക്യാബിനിലേക്കോ കാർഗോ വിഭാഗത്തിലേക്കോ നേരിട്ട് വെള്ളം, ഫോം തുടങ്ങിയ അഗ്നിശമന വസ്തുക്കൾ എത്തിക്കാൻ കഴിയും. ഇതിലൂടെ തീ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാനും അടിയന്തര സാഹചര്യങ്ങളിലെ അപകട സാധ്യത കുറയ്ക്കാനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും സാധിക്കും. ഇതാണ് സാധാരണ ഫയർ ഫൈറ്റിംഗ് ടററ്റുകളിൽ നിന്നും HRET സംവിധാനത്തെ വ്യത്യസ്തമാക്കുന്നത്. വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക തെർമൽ ഇമേജിംഗ് ക്യാമറ യാത്രക്കാരുടെ ക്യാബിൻ, കാർഗോ വിഭാഗം തുടങ്ങിയ അടച്ചിട്ട വിഭാഗങ്ങളിലെ തീയും ചൂടുമേറിയ ഭാഗങ്ങളും കണ്ടെത്തും. പുറത്തുനിന്ന് കാണാത്ത തീപിടുത്തങ്ങൾ പോലും വേഗത്തിൽ കണ്ടെത്തി നിയന്ത്രിക്കാൻ ഇതിലൂടെ കഴിയും. വാഹനം സഞ്ചരിക്കുന്നതിനിടയിലും ടററ്റുകൾ പ്രവർത്തിപ്പിച്ച് തീ അണയ്ക്കാൻ കഴിയുന്ന പമ്പ് ആൻഡ് റോൾ സവിശേഷതയും ഇതിനുണ്ട്. 11,300 ലിറ്റർ വെള്ളം, 1,300 ലിറ്റർ ഫോം, 250 കിലോഗ്രാം ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവ വഹിക്കാൻ ഈ വാഹനത്തിന് കഴിയും. 30 സെക്കൻഡിൽ താഴെ സമയത്തിൽ 80 കിലോമീറ്റർ വേഗത കൈവരിക്കാനും പരമാവധി 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനും ഇതിന് സാധിക്കും. 12 കോടിയിലധികമാണ് ഇതിന്റെ വില. സുരക്ഷയ്ക്കായി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നത് ഒരു സംവിധാനത്തിന്റെ മികവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം വിമാനത്താവളം അതിന്റെ മുഖം ഹൈടെക് ആക്കുകയാണ്. ക്യാമറ പേഴ്സൺ അഭിരാമിനൊപ്പം എബിജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.